എന്താ സത്യമോൾ ഇങ്ങനെ നോക്കുന്നത്? എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അച്ഛാ. അച്ഛൻ വന്നതാണോ? അച്ഛൻ വന്നതും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതും എല്ലാം സന്തോഷായില്ലേ മോക്ക്? ഒരുപാട് ഒരുപാട് സന്തോഷായി. അമ്മയും കൂടി വേണമായിരുന്നു. അല്ല, നമ്മൾ വിളിച്ചതല്ലേ, തിരക്കുണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ. ഇല്ലെങ്കിൽ നമുക്ക് അമ്മയും കൂട്ടായിരുന്നല്ലോ. ഇനി അച്ഛൻ എന്നാ അച്ഛ വരുന്നേ? ആ, ലീവ് എന്ന് കിട്ടും നോക്കട്ടെ, എന്നിട്ട് വരാം. ഇനി വരുമ്പോ അച്ഛനും അമ്മയ്ക്കും നടുക്കിരുന്ന് സത്യമോക്ക് ഫോട്ടോ എടുക്കണം. എന്റെ ഫ്രണ്ടിനെ കാണിക്കാനാ. പിന്നെ ഒരുപാട് ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് സത്യമോക്ക്. എല്ലാം ഇതുപോലെയൊക്കെ നടത്തിയെടുക്കാല്ലേ അച്ഛ? അതെ അതെ, ഇതുപോലെ കുറേശ്ശെ നടത്തിയെടുക്കാം. നിന്റെ ഈ കൊച്ചു കൊച്ചു ആവശ്യങ്ങൾ പോലും നടത്തിത്തരാൻ എനിക്ക് കഴിയുന്നില്ലല്ലോ എന്നൊരു സങ്കടം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇതുപോലൊരു വേഷം മാറലിന് അമ്മ തയ്യാറായത്. എങ്ങനെയെങ്കിലും മോൾക്കൊരു സന്തോഷം തന്നില്ലെങ്കിൽ ഈശ്വരൻ പോലും എന്നോട് പൊറുക്കില്ല. അത്രയ്ക്ക് മോളൊരച്ഛന്റെ സ്ഥാനം ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛൻ കരയുവാണോ? മോൾക്ക് വെറുതെ തോന്നിയതാ. ഇല്ല, അച്ഛൻ കരയുമായിരുന്നു. അച്ഛന് സങ്കടം വരുന്ന കാര്യമല്ലോ ഞാൻ പറഞ്ഞായിരുന്നോ? എങ്കിൽ സോറി അച്ഛാ. ഒന്നുമില്ല, മോള് കഴിക്കാൻ. അച്ഛന് വേണ്ടേ? അച്ഛൻ കഴിച്ചോളാം, ഇപ്പൊ മോള് കഴിക്കാൻ. എങ്ങനെയുണ്ട്, കൊള്ളാമോ? നന്നായിട്ടുണ്ട്. എടാ വിഷ്ണു, നീ ഒന്ന് പോയി നോക്കിയാടാ, ഇനി നമ്മളെ കണ്ടിട്ട് അവിടെ എങ്ങനെ നിൽക്കുന്നുണ്ടോന്ന്. പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ടാവുമല്ലോ മുമ്പിൽ വന്ന് പെടരുതെന്ന്. അമ്മ ഇതൊരു ഹോട്ടലാണ്, ഒച്ചാക്കല്ലേ. ഓ, നിന്നെ ചതിച്ചിട്ട് അങ്ങനെ ഇവിടെ ആരും ആളാവണ്ട. രണ്ടിലൊന്നും അറിഞ്ഞിട്ടേ ഞാൻ ഇവിടുന്ന് പോകുന്നുള്ളടാ. ഇപ്പൊ വരി സത്യാമ്മേ. എന്തെങ്കിലും അത്യാവശ്യ കാര്യമുണ്ടോ അച്ഛനെ കണ്ടിട്ട്? ഇനി അച്ഛനെന്നാ തിരിച്ചു പോന്നേന്ന് വല്ലതും പറഞ്ഞോ? അത് എപ്പോ വേണമെങ്കിലും പോവാ സത്യാമ്മേ. ചെലപ്പോ അച്ഛൻ നിന്ന നിപ്പി തന്നെ പോയി കളയും. ഇപ്പോഴും അങ്ങനെ പോയി കളഞ്ഞതാണോ? ഏയ്, കൂടെ ഞാനും കൂടി ഉള്ളതല്ലേ, അങ്ങനെ പോയില്ല. എന്നിട്ടിപ്പോ ആളെ കാണുന്നില്ലല്ലോ. തിരക്കിപ്പോയ വിഷ്ണുവിനെയും കാണുന്നില്ല. ബിഗ് ഫ്രണ്ട് വരുന്നു. എന്താ ഇടാ, കണ്ടോ? മോളെ, അവിടെ ആരും കാണുന്നില്ലല്ലോ. ചെലപ്പോ പുറത്തെന്തെങ്കിലും വാങ്ങിക്കാനായിട്ട് ഇറങ്ങി കാണും. ഞാൻ കൈ കഴിയിട്ട് നോക്കാം ബിഗ് ഫ്രണ്ടേ. ഇപ്പൊ മനസ്സിലായില്ലേടാ കാര്യങ്ങളൊക്കെ. ഇനി ഇതിൽ കൂടുതൽ എന്തറിയാനാ?
ഓ എന്തിനാ പെട്ടെന്ന് പോയെ എന്നോട് പറയാതെ? അത് പിന്നെ അത്യാവശ്യമായിട്ട് ചെല്ലണമെന്നും പറഞ്ഞപ്പോ ഫോൺ അതാ അച്ഛൻ പോയത്. അയ്യോ, കഷ്ടമായി പോയല്ലോ. ബിഗ് ഫ്രണ്ടിനെ അച്ഛനെ പരിചയപ്പെടുത്തി കൊടുക്കാന്ന് പറഞ്ഞ് ഞാനാ വിളിച്ചു വരുത്തിയത്. സോറി ബിഗ് ഫ്രണ്ടേ, എന്നോട് ക്ഷമിക്ക്. അച്ഛന് ജോലി സ്ഥലത്തുനിന്നും പെട്ടെന്ന് ചെല്ലാൻ ഫോൺ വന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല. ഇത്രയും വലിയ കള്ളത്തരങ്ങളൊക്കെ ഈ കൊച്ചിനെ പറഞ്ഞ് പഠിപ്പിക്കല്ലേ? വിഷ്ണുട്ട നീ എന്തിനാ ഇങ്ങനെ നുണകൾ പറയുന്നേ? ഞാനൊന്ന് പറയട്ടെ. ആരെ ബോധിപ്പിക്കാനാ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നേ? വിഷ്ണുട്ട ഞാൻ പറയാം. ഞങ്ങൾ വരുന്നത് കണ്ടുകൊണ്ട് മാത്രമാ നീ സത്യടച്ചനെ പറഞ്ഞുവിട്ട. വിഷ്ണുട്ട ഞാനിപ്പോ വെറുക്കുന്ന ചുരുക്കം ചിലരിൽ മുന്നിൽ നിൽക്കുന്ന ആള് നീയാ.